അർദ്ധവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പാഠഭാഗത്തിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേപ്പറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. യോജിപ്പിക്കാം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിൽ 7 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 7 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്പുറത്തെ കള്ളിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും ശരിയായ ഉത്തരം എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധം ഉള്ളവരാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കുടുംബക്കാരാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധം ഉള്ളവരാണ് കുടുംബക്കാർ. രണ്ടാമത്തത്, നമ്മുടെ ഓരോ ഭാഗത്തുമുള്ള 40 വീടുകളിലുള്ളവരാണ് ആര്? അയൽവാസികൾ. അതാണ് യോജിച്ചത്. മൂന്നാമത്തത്, പ്രസന്നഭാവത്തോടെ നാം സ്വീകരിക്കേണ്ടവർ ആരാണ്? വിരുന്നുകാരാണ്. നാലാമത്തത്, തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ പറയണം ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന്. അഞ്ചാമത്തത്, കോപം അടക്കാൻ പറയണം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നത്. ആറാമത്തത്, മനുഷ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഖൽബ് ഹൃദയമാണ്. ഏഴാമത്തത്, മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ എല്ലാവരും പഠിക്കുക. ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേൾക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒന്ന് എടുത്ത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മയായി പരീക്ഷ എളുപ്പമുണ്ടാവും. അതും കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, യോജിച്ചത് ചേർക്കാം എന്ന ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. വായിക്കാം. 1. അല്ലാഹു അല്ലാത്ത ആരാധനയ്ക്ക് അർഹനായ മറ്റൊരാളുണ്ടെന്ന് വിശ്വസിക്കലാണ് എന്ത്? ശിർക്ക്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റൊരാളുണ്ടെന്ന് വിശ്വസിക്കൽ എന്താണ്? ഷിർക്കാണ്. രണ്ടാമത്തത്, സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് കിബിർ എന്ന് പറയുന്നത്, അഹങ്കാരം. സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും. മൂന്നാമത്തത്, മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. റിയാൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണെന്ന് എഴുതി കൊടുത്താൽ മതി. നാലാമത്തത്, സമ്പത്ത് ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് ബുഖ്ല്, പിശുക്ക് എന്ന് പറയുന്നത്. സമ്പത്ത് ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് ബുഖ്ല്, പിശുക്ക്. അതും കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണിത്. ഇത് ഓരോരുത്തരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. ഒന്നാമത്തത് വായിക്കാം. സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല കാര്യങ്ങൾ ശീലമാക്കുക, തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക, സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, നല്ലവരോട് സഹവസിക്കുക, ദിക്റും സ്വലാത്തും ശീലമാക്കുക. ഇതിൽ 2 നിങ്ങൾക്ക് എളുപ്പമുള്ള 2 എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. നല്ല കാര്യങ്ങൾ ശീലമാക്കുക, അത് എളുപ്പമാണ്. തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക, അത് 2 ഒന്ന് പഠിച്ചു വെക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. രണ്ടാമത്തത്, ഖൽബിനെ നന്നാക്കാനുള്ള വഴികളാണ് ചോദിച്ചിട്ടുള്ളത്. പുഞ്ചിരിക്കുന്ന മുഖം, ആരും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്, നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം. ഇതൊക്കെ ഖൽബിനെ നന്നാക്കാനുള്ള വഴികളാണ്. ഇതിൽ നിന്ന് ഒരു 2-3 പഠിച്ചു വെക്കുക. ഉറപ്പായും നമുക്ക് ആവശ്യം വരും. മൂന്നാമത്തത്, കുടുംബക്കാരുമായി ബന്ധം പുലർത്തുന്നതിൽ പെട്ട കാര്യങ്ങളാണ്. കുടുംബക്കാരെ സൽക്കരിക്കുക. സൽക്കാരം നമുക്കൊക്കെ ഇഷ്ടമല്ലേ? അവർക്ക് സ്വതക്ക ചെയ്യുക. നമ്മൾ പൈസ കൊടുക്കൂലേ? അവരെ സന്ദർശിക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ വിരുന്ന് പോയിട്ട് അവരെ കാണൂലേ?
അവർക്ക് ഹദിയ നൽകുക, സമ്മാനങ്ങളൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കൂലേ, കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കൂലേ, അവരുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനോ കല്യാണമൊക്കെ വരുമ്പോൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കൂലേ, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കൂലേ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓർത്തെടുത്ത് നമുക്ക് എഴുതിയാൽ മതി, നല്ല മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി നാലാമത്തത് കോപം അടക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ദേഷ്യം അടക്കാനുള്ളത് ഉളൂ ചെയ്യൽ, നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക. കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കുക. അപ്പോൾ കോപിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അപകടങ്ങളൊന്നും ഓർമ്മിക്കുക. ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഇതൊക്കെ കോപങ്ങൾ അടക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. ഒരു 2 or 3 എന്തായാലും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതിലൊന്ന് സൽ സ്വഭാവം എന്നാൽ എന്താണ്? നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം. നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 2, ഖുറാസാനിൽ ആ വലിയ പണ്ഡിതൻ്റെ പേര് എഴുതുക. ഖുറാസാനിലെ വലിയ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അടുത്തത് 6ാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഹസ്സൻ തഖൽക്കി ഫഅഹ്സിൻ ഖുലുഖി എന്നാണ് എഴുതി കൊടുക്കുക. ഇത് നബി ദുആ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചില്ലേ. അപ്പോൾ അതുപോലെ പാഠത്തിൻ്റെ അവസാനത്തിൽ പെട്ടികളിലാക്കി വരുന്ന എല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു 2 or 3 നമ്മളോടൊന്ന് ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഹദീസുകളൊക്കെ അതിൻ്റെ ആശയവും അതുപോലെ തന്നെ അതിൻ്റെ അറബിയും കാണാതെ പഠിച്ചാൽ മുഴുവൻ മാർക്കും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതായിരിക്കും അല്പം ഒരു പ്രയാസം ഉണ്ടാവുക പഠിക്കാൻ. അതും കൂടെ പഠിച്ചു വെക്കുക. സമയം ഉണ്ടല്ലോ, നമുക്ക് നാളെ പരീക്ഷയില്ല, മറ്റന്നാളല്ലേ പരീക്ഷയുള്ളൂ. അഥവാ ഇന്ന് ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച നമുക്ക് പരീക്ഷയില്ല, ചൊവ്വാഴ്ച പരീക്ഷയുണ്ട്. 2ാമത്തത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ വിരുന്നുകാരെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന അർത്ഥത്തിലുള്ള ഹദീസ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായും നമ്മൾ മനസ്സിലാക്കി. ഇതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നല്ലൊരു മാർക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നേടാൻ കഴിയും. ഒരു തവണ കേട്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ മുഴുവനായിട്ട് കേൾക്കുക. ഒഴിവിനനുസരിച്ച് പാഠങ്ങളും വായിക്കണം. നിർദ്ദേശിച്ച പാഠങ്ങളൊക്കെ നന്നായി വായിക്കണം. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഞാൻ പറഞ്ഞ ഹദീസുകൾ, അതുപോലെ തന്നെ മറ്റുള്ള പോയിൻറ്റുകളൊക്കെ നന്നായി നോക്കി വെക്കുക. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ദുറൂസിൽ 50 മാർക്കും സിമ്പിളായി തന്നെ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മറ്റൊരു പേപ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ നന്നായി വായിച്ച് നോക്കുക. കാരണം പാഠം വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അവസാനത്തെ 3 പാഠങ്ങൾ ഒരു 3 or 4 തവണ വായിക്കുക. നല്ല മാർക്ക് അതിലൂടെയും നേടാൻ കഴിയും. നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടണം. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം. സപ്പോർട്ടായ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക. ലൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.